എക്സലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ വി ലുക്കപ്പ് എച്ച് ലുക്കപ്പ് രണ്ട് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. വി ലുക്കപ്പ് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ്. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നാണ്. അപ്പോൾ വെർട്ടിക്കൽ ലുക്കപ്പ് വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയിൽ സീരിയൽ നമ്പറുണ്ട്, നെയിമുണ്ട്, ഏജുണ്ട്. ഇതിന്റെ ഒരു ആളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കാണുന്നത്: സീരിയൽ നമ്പർ, നെയിം, പേര്, ഏജ്. ഇങ്ങനെ കാണുന്ന ഡാറ്റയെ ഇത് താഴോട്ട് കാണിക്കും, കുത്തനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ 1 എന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ പേരും ഏജും വരണം. അതായത് ഈ ഡാറ്റയിൽ നിന്നുള്ള പേരും ഏജും വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓരോന്നിനും 2 കൊടുത്താൽ ഇവിടെ വരണം, 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പേരും ഏജും വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് വി ലുക്കപ്പ്, വെർട്ടിക്കൽ ലുക്കപ്പ്. കുത്തനെ കാണിക്കുക എന്നുള്ളത്, താഴോട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ കാണുന്നത് നമ്മൾ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. അതിനെ താഴോട്ട് കാണിക്കുന്നതിനാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ പേര് വരേണ്ടത്. അതായത് ഇവിടെ 1 ടൈപ്പ് ചെയ്താൽ ഇവിടെ പേര് വരണം, ഇതുപോലെ ഏജും വരണം. അത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഇക്വേഷൻ കൊടുക്കുന്നത്, ഫോർമുല കൊടുക്കുന്നത് നെയിമിലാണ്. നെയിമിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ടു വി ലുക്കപ്പ്. ഇവിടെ പറയുന്നത് ലുക്കപ്പ് വാല്യൂ, ലുക്ക് ചെയ്യേണ്ട വാല്യൂ, കാണേണ്ട വാല്യൂ. അതായത് ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കുമ്പോഴാണ് ഇവിടെ പേര് വരേണ്ടത്. അപ്പൊ ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് സീരിയൽ നമ്പറാണ്. സീരിയൽ നമ്പറിന്റെ സെല്ല് ക്ലിക്ക് ചെയ്തു, കോമ ഇട്ടു. ഇനി ടേബിൾ അറയാണ് പറയുന്നത്. ടേബിൾ അറ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, കോമ ഇടുന്നു. ഇനി കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നെയിം അല്ല ഇവിടെ വരേണ്ടത്. അപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രാമത്തെ കോളാണ്? സീരിയൽ നമ്പർ 1ാമത്തെ കോളം, നെയിം 2ാമത്തെ കോളമാണ്. അതുകൊണ്ട് ഇവിടെ 2 എന്ന് കൊടുക്കുക. കോളം നമ്പർ കൊടുത്തു, കോമ ഇട്ടു. ഇനി ഇവിടെ ട്രൂ ഫോൾസ്, എക്സാക്ട് മാച്ച് ആണ് കൊടുക്കേണ്ടത്. എക്സാക്ട് മാച്ച് ആണ് ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ തെറ്റായൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഫോൾസ് എന്ന് കൊടുത്തു. എക്സാക്ട് വാല്യൂ ആണ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻ എന്ന് വരും. നമ്മൾ സീരിയൽ നമ്പർ 1 എന്ന് കൊടുത്താൽ 1ാമത്തെ ആളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. 1 എന്നുള്ള അനിലാണ്. ഇനി സപ്പോസ് 2 എന്ന് കൊടുത്താലോ 2ാമത്തെ ആളുടെ പേരാണ് രാജ് എന്ന് വരും. 3 എന്ന് കൊടുത്താൽ 3ാമത്തെ ആളുടെ പേര് ഇവിടെ വരും, അലി എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഇനി ഏജിന്റെ കൊടുക്കുകയാണെങ്കിൽ ഏജിന് നമ്മൾ വേറെ ഇക്വേഷൻ കൊടുക്കണം. സെയിം ഇക്വേഷൻ അങ്ങനെ ഡ്രാഗ് ചെയ്താൽ വരുന്നില്ല, ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഏജിന് വേറെ ഇക്വേഷൻ കൊടുക്കണം. ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ, അതായത് സീരിയൽ നമ്പർ കൊടുക്കുമ്പോഴാണ് ഏജ് വരേണ്ടത്. സീരിയൽ നമ്പർ ക്ലിക്ക് ചെയ്തു, കോമ ഇട്ടു. ടേബിൾ അറേ, അതായത് ഈ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം, കോമ ഇടാം. ഇനി കോളം ഇൻഡെക്സ് നമ്പർ, ഏജ് ആണ് വരേണ്ടത്. അപ്പൊ ഏജ് എന്ന് പറയുമ്പോൾ സീരിയൽ നമ്പർ 1ാമത്തെ കോളം, നെയിം 2ാമത്തെ കോളം, ഏജ് 3ാമത്തെ കോളമാണ്. അപ്പൊ 3 എന്ന് കൊടുക്കുന്നു, കോമ ഇടുന്നു, ഫോൾസ് കൊടുക്കുന്നു. എക്സാക്ട് മാച്ച് ഫോൾസ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ 1 എന്ന് കൊടുത്തപ്പോൾ അതിന്റെ പേരും ഏജും വന്നു. ഇനി 2 എന്ന് കൊടുത്താലോ 2ാമത്തെ പേരും ഏജും ഇവിടെ വരും. ഇനി 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ പേരും ഏജും ഇവിടെ വരും. അപ്പൊ ഈ ഡാറ്റ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിന് താഴോട്ട് കുത്തനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമോ ചോദിച്ചാൽ എന്ന് കാണിക്കും. ഇവിടെ സീരിയൽ നമ്പർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ പേര് വരില്ല, 2ാമത്തെ പേര് വരില്ല. അതിന്റെ കാരണം, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കൂ, B1 എന്ന് വന്നിട്ടുള്ളത്. B1 മുതൽ D1 വരെ എന്ന് പറഞ്ഞു. B1 അല്ല വേണ്ടത്, സീരിയൽ നമ്പർ കോളം ഇവിടെ വന്നിട്ടില്ല, A1 എന്ന് വേണ്ടത്. അപ്പൊ B1 എന്നുള്ളത് A1 എന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ പേര് വരും. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ,
അതിലേറെ ബെറ്റർ നമുക്കിത് ഇവിടെ ഇക്വേഷൻ കൊടുത്തില്ലേ, ഈ A1 ഇവിടെ വെച്ചിട്ട് F4 പ്രസ് ചെയ്യാം. F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോളർ സിമ്പിൾ അവിടെ വരും. ഈ സീൻ്റെ മുമ്പിലും F4 പ്രസ് ചെയ്യും. അപ്പോൾ ഒരു ഡോളർ സിമ്പിൾ വരും. $C $6 എന്ന് വരും. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പേര് വരും, 3 എന്ന് കൊടുത്താൽ മൂന്നാമത്തെ പേര് വരും. അപ്പോൾ ഇങ്ങനെ പേര് വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡോളർ സിമ്പിൾ കൊടുക്കണം. ഡോളർ സിമ്പിൾ F4 അടിച്ചിട്ടാണ് കൊടുക്കട്ടെ. F4 A1ൻ്റെ മുമ്പിൽ F4 അടിക്കുക. ഇവിടെ സിയുടെ മുമ്പിലും F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് 4 എന്ന് കൊടുത്താലൊക്കെ പേര് വരും. 5 കൊടുത്താൽ അഞ്ചാമത്തെ പേര്. ഇനിയിപ്പോൾ ഇവിടെ ഇതാണെങ്കിൽ VLOOKUP കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N എന്ന് വരുള്ളൂ. അത് വരാനുള്ള കാരണം നമ്മൾ ഇവിടെ ഒരു A1ൻ്റെ മുമ്പിലായിട്ട് Aൻ്റെ മുമ്പിലായിട്ട് F4 പ്രസ് ചെയ്യുക. ഒരു ഡോളർ സിമ്പിൾ വരും. ഈ സീൻ്റെ മുമ്പിലും F4 പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പേജുകളിവിടെ വരും. ഒരിക്കൽ കൂടി പറയാം, VLOOKUP എന്ന് പറഞ്ഞാൽ ഇവിടെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് സമാനമായിട്ടുള്ള പേരും ഏജും ഇവിടെ വരണം. അപ്പം ഇങ്ങനെ കാണിക്കുന്ന ഡാറ്റയെ താഴോട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VLOOKUP ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുക്കേണ്ടത് നെയിമിലാണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു VLOOKUP ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടു, ലുക്കപ്പ് വാല്യൂ സീരിയൽ നമ്പർ സെല്ലാണ് ലുക്ക് ചെയ്യേണ്ട വാല്യൂ, കോമ ടേബിൾ അറേ ഈ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ കോളം ഇൻഡെക്സ് നമ്പർ ഇവിടെ വരേണ്ടത് പേരാണ്. പേര് എന്ന് പറയുമ്പോൾ ഈ ഡാറ്റയിലെ രണ്ടാമത്തെ കോളമാണ്, ബി കോളം രണ്ടാമത്തെ കോളം. ഇപ്പം 2 എന്ന് കൊടുക്കുക, കോമ ഇടുന്നു, ഫോൾസ് എക്സാക്റ്റ് മാച്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ N എന്ന് വരും. ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്താൽ ഇവിടെ പേര് വരും. ഇനി ഏജിൻ്റെ വേണമെങ്കിൽ നമ്മൾ വേറെ ഇക്വേഷൻ കൊടുക്കുക, ഈക്വൽ ടു VLOOKUP ലുക്കപ്പ് വാല്യൂ സീരിയൽ നമ്പർ സെല്ലാണ്, കോമ ടേബിൾ അറേ ഈ ഡാറ്റ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏജാണ്. ഏജ് പറഞ്ഞാൽ 1 2 3 മൂന്നാമത്തെ കോളമാണ്, 3 എന്ന് കൊടുക്കുന്നു, കോമ ഇടുന്നു, ഫോൾസ് എക്സാക്റ്റ് മാച്ച്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇനി ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N എന്ന് വരും. പക്ഷെ ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ 2 എന്ന് കൊടുത്താൽ പോലും പേര് വരില്ല. അല്ലെങ്കിൽ സീരിയൽ നമ്പർ 3 എന്ന് കൊടുത്താലും പേര് വരില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ B1 മുതൽ D1 വരെ എന്നാണ് വരുന്നത്. B1 മുതൽ D1 വരെ. B1 ആണ് നെയിമും ഏജുമാണ്. ഈ A1 വരുന്നില്ല, A1 സീരിയൽ നമ്പർ വരുന്നില്ല. അതുകൊണ്ടാണ് അത് N എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബെറ്റർ ഓപ്ഷൻ എന്താ ചോദിച്ചാൽ ഈ ഡ്രാഗ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ ഇക്വേഷൻ കൊടുത്തില്ലേ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ A1ൻ്റെയും C6ൻ്റെയും മുമ്പിൽ, അതായത് എയുടെയും സിയുടെയും മുമ്പിൽ F4 പ്രസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, Aൻ്റെ മുമ്പിൽ ക്ലിക്ക് ചെയ്തു, F4 പ്രസ് ചെയ്യുന്നു. കീബോർഡിൽ F4 ഉണ്ട്. സിയുടെ ഇവിടെ ക്ലിക്ക് ചെയ്തു, F4 പ്രസ് ചെയ്യുന്നു. ഇപ്പം രണ്ട് ഡോളർ സിമ്പിൾ അവിടെ വരും. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ വരും, 3 എന്ന് കൊടുത്താൽ മൂന്നാമത്തെ വരും, 4 എന്ന് കൊടുത്താൽ നാലാമത്തെ വരും, 5 എന്ന് കൊടുത്താൽ അഞ്ചാമത്തെ പേര് വരും. അതേപോലെ ഇതിൻ്റെയും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എയുടെ മുമ്പിലായിട്ട് F4 പ്രസ് ചെയ്യുന്നു, സിയുടെ മുമ്പിലായിട്ടും F4 പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമാനമായിട്ടുള്ള ഏജുകൾ ഇവിടെ വരുന്നതായിരിക്കും. ഇതാണ് VLOOKUP. ഇനി HLOOKUP ആണ് ഹൊറിസോണ്ടൽ ലുക്കപ്പ്. അപ്പോൾ ഇതിൽ ഈ ഡാറ്റ എങ്ങനെ കാണിക്കുന്നത്, ഒരാളുടെ ഇൻഫോർമേഷൻ താഴോട്ടാണ് കാണിക്കുന്നത്. അയാളുടെ സീരിയൽ നമ്പർ, അയാളുടെ പേര്, അയാളുടെ വയസ്സ്, ഇങ്ങനെ താഴോട്ടാണ് കാണിക്കുന്നത്, കുത്തനെയാണ് കാണിക്കുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, HLOOKUP എന്ന് പറഞ്ഞതാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്
നെയിമിലാണ് ഇക്വേഷൻ കൊടുക്കുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ്, പേര് മാറുന്നു. എച്ച് ലുക്കപ്പ് എന്നാക്കാം. സെയിം വി ലുക്കപ്പ് ചെയ്ത പോലെ തന്നെയാണ്. എച്ച് ലുക്കപ്പ് വാല്യൂ ആണ് സീരിയൽ നമ്പറാണ്. സീരിയൽ നമ്പർ ക്ലിക്ക് ചെയ്യുന്നു, കോമ ഇടുന്നു. ടേബിൾ അറേ, ഈ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. റോ ഇൻഡെക്സ് നമ്പർ, അതായത് ഇവിടെ നെയിം എന്നുള്ള റോ ആണ് വരേണ്ടത്. നെയിം എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ 1 ആണ്, നെയിം 2 ആണ്. ഇപ്പൊ 2 എന്ന് കൊടുക്കുന്നു, കോമ ഇടുന്നു, ഫോൾസ് കൊടുക്കുന്നു. ഫോൾസ് എക്സാക്റ്റ് മാച്ച്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പേര് വരും. 2 എന്ന് ടൈപ്പ് ചെയ്താൽ രണ്ടാമത്തെ പേര് വരും. 3 എന്ന് ടൈപ്പ് ചെയ്താൽ മൂന്നാമത്തെ പേര് വരും. ഞാനിവിടെ 1 എന്ന് കൊടുത്തു. ഇനി ഏജ് വരണമെങ്കിൽ നമ്മൾ ഇവിടെ വേറെ ഇക്വേഷൻ കൊടുക്കുന്നു. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് വാല്യൂ, അത് സീരിയൽ നമ്പർ സെല്ലാണ്, കോമ. ടേബിൾ അറേ, മൊത്തം ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. റോ ഇൻഡെക്സ് നമ്പർ, ഏജ് എന്നുള്ള റോ, അതായത് സീരിയൽ നമ്പർ 1, നെയിം 2, ഏജ് 3 ആണ്. മൂന്നാമത്തെ റോ ആണ് വേണ്ടത്. 3 എന്ന് കൊടുക്കുന്നു, കോമ ഇടുന്നു. ഇവിടെ ഫോൾസ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇങ്ങനെ ഹൊറിസോണ്ടൽ, ഇതാണ് എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ എന്നെ എന്ന് വരും, നോട്ട് അപ്ലിക്കബിൾ വരും. പക്ഷെ ഇവിടെ സീരിയൽ നമ്പർ 2 എന്ന് കൊടുത്താൽ പേര് വരില്ല. പേര് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ ആദ്യം ഇക്വേഷൻ കൊടുത്തില്ലേ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. A1 F3, ഇതിന്റെ മുമ്പിൽ എയുടെ മുമ്പിൽ F4 പ്രസ് ചെയ്യുന്നു, എഫിന്റെ മുമ്പിലായിട്ടും F4 പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ 2 ഡോളർ സിമ്പിൾ അവിടെ വരും, എൻ്റർ അടിച്ചാൽ മതി. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ 2 എന്ന് കൊടുത്ത് നോക്കൂ. 2, രണ്ടാമത്തെ പേരൊന്ന് 3, മൂന്നാമത്തെ 4, 5, 6. 6ൽ പേരില്ല, 5 വരെ ഉള്ളൂ. 6ാമത്തെ ഇല്ലല്ലോ, 6ാമത്തെ പേരില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും വരില്ല. അതുപോലെ ഏജും നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഗ് ചെയ്ത് വരുമെന്ന് ചോദിച്ചാൽ വരില്ല. അതിന്റെ കാരണം, റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് വലിക്കുന്ന സമയത്ത് ഇവിടെ എന്ന് വരും. ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ, A2 മുതൽ A4 എന്നാണ്. ഇതിൽ A2 അല്ല വേണ്ടത്, A1 വേണം. A1 മുതൽ വേണം. സീരിയൽ നമ്പർ എന്നുള്ളത് A1ലാണ്. അപ്പോൾ സീരിയൽ നമ്പറുടെ A1 വരാത്തത് കാരണം, അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ ഇക്വേഷൻ കൊടുത്തല്ലോ, എച്ച് ലുക്കപ്പിന്റെ ഇക്വേഷൻ കൊടുത്തില്ലേ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ A1ന്റെ മുമ്പിലായിട്ട് F4 പ്രസ് ചെയ്യുന്നു. അപ്പോൾ 2 ഡോളർ സിമ്പിൾ വരും. ഇനി F3യുടെ മുമ്പിൽ, എഫിന്റെ മുമ്പിലായിട്ട് F4 പ്രസ് ചെയ്യുന്നു. ഇനി എൻ്റർ അടിക്കുന്നു. ഈ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഏജുകളിവിടെ വരും. ഇതാണ് എച്ച് ലുക്കപ്പ്. ഇനി ഇതിന്റെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വെർട്ടിക്കൽ ലുക്കപ്പ് കണ്ടില്ലേ, ഇതിന്റെ ഒരു ഇവിടെ 1 എന്ന് കൊടുത്ത് ഇവിടെ പേര് വരണ്ടേ. അത് നമ്മൾ ചെയ്യണത് സാധാരണ പോലെ, ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ എന്ന സീരിയൽ നമ്പറാണ്. ക്ലിക്ക് ചെയ്തു, ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു. ഇവിടെ വരേണ്ടത് പേരാണ്, പേര് രണ്ടാമത്തെ കോളം, കോമ. ഇവിടെ ഫോൾസ് കൊടുത്തില്ലേ, അതിന് പകരം ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ 1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേര് വന്നില്ല. പിന്നെ ഒരു പ്രയാസം ഉണ്ട് അവിടെ. എന്താ നോക്കി, ഈക്വൽ ടു വി ലുക്കപ്പ് സീരിയൽ നമ്പർ സെല്ല്, കോമ. ഈ കോളം, ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. കോളം ഇൻഡെക്സ് രണ്ടാമത്തെ കോളമാണ് 2, കോമ. ട്രൂ എന്ന് കൊടുത്തു. ഫോൾസ് അല്ല, അതിന് പകരം ട്രൂ എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാനിവിടെ 1 എന്ന് കൊടുത്തു നോക്കൂ, പേര് വന്നു. പക്ഷെ ഇവിടെ 1 മുതൽ 5 വരെ അല്ലേ ഉള്ളൂ. ഞാനൊരു 6 എന്ന് കൊടുത്തു നോക്കൂ, അപ്പോഴും പേര് വന്നു, ജോൺ എന്ന് വരുന്നത്. 7 കൊടുത്തു നോക്കൂ, അപ്പോൾ ആ സെയിം പേര്. 8 എന്ന് കൊടുത്തു നോക്കൂ, സെയിം പേര്. കാരണം ഇവിടെ 7, 8 ഒന്നും ഇല്ല, ലാസ്റ്റ് പേരാണ് അവിടെ വന്നത്. ഇത് എന്തുകൊണ്ട് ലാസ്റ്റ് പേര് വന്നത് എന്ന് വെച്ചാൽ ഇവിടെ ട്രൂ കൊടുത്തുകൊണ്ടാണ്. ട്രൂ കൊടുത്താൽ ലാസ്റ്റ് പേര് വരും. കാരണം ഇതിലില്ലാത്തൊരു നമ്പറാണ് നമ്മൾ കൊടുത്തത്, സീരിയൽ നമ്പർ കൊടുത്ത്. 8 എന്നുള്ളത് ഇതിൽ ഇല്ലാത്ത സീരിയൽ നമ്പറാണ്. ഇപ്പൊ 8 എന്ന് കൊടുത്തപ്പോൾ 1 കൊടുത്തപ്പോൾ കറക്റ്റ് വന്നു, 5 കൊടുത്താലും വരും. ഇനി 6 കൊടുത്തു നോക്കും, ഇല്ലാത്ത നമ്പർ കൊടുത്താലും അപ്പോഴും
5ന്റെ പേരാണ് കാണിക്കുന്നത്. 5 എന്ന സീരിയൽ നമ്പറിന്റെ പേരാണ് ഇവിടെ കാണിക്കുന്നത്. ഇല്ലാത്ത നമ്പർ കൊടുത്തിട്ടും ലാസ്റ്റ് ഉള്ള പേരാണ് വന്നത്. അതിന്റെ കാരണം ഇത് ട്രൂ എന്ന് കൊടുത്തോണ്ട്. അതേസമയം നമ്മൾ ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, 1 കൊടുത്തപ്പോൾ ഒന്നാമത്തെ പേര് വന്നു, 2 കൊടുത്ത രണ്ടാമത്തെ പേര് വന്നു, 5 എന്ന് കൊടുത്തപ്പോൾ 5ാമത്തെ പേര് വന്നു. ഇനി അത് ഇല്ലാത്തത് കൊടുത്തു നോക്കൂ, 6 എന്ന് കൊടുത്തു നോക്കൂ. 6 എന്ന് കൊടുത്തപ്പോൾ എന്നെ എന്ന് വന്നത്, നോട്ട് അപ്ലിക്കബിൾ എന്നാണ് വന്നത്. 6 എന്നുള്ളത് ഇതിലില്ലാത്തൊരു നമ്പറാണ്, അതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് വന്നത്. ഈ നോട്ട് അപ്ലിക്കബിൾ വരാനുള്ള കാരണം ഇവിടെ നമ്മൾ ഫോൾസ് എന്ന് കൊടുത്തതാണ്. ഈ ഫോൾസിന് പകരം നമ്മൾ ട്രൂ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവസാനത്തെ പേരാണ് ഇവിടെ കാണിക്കുക. അപ്പം ഇല്ലാത്തൊരു നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പേര് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഫോൾസ് എന്ന് കൊടുക്കും. ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് കാണിക്കുക, നോട്ട് അപ്ലിക്കബിൾ എന്ന് കാണിക്കുക. ആ ഫോൾസിന് പകരം ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് പേരാണ് കാണിക്കുക, അവസാനത്തെ പേരാണ് കാണിക്കുക. അതായത് ഇല്ലാത്തൊരു നമ്പർ കൊടുത്താൽ അവസാനത്തെ പേര് കാണിക്കും. 6 എന്നുള്ളത് ഇതിലില്ലാത്തൊരു നമ്പറാണ്, അത് കൊടുത്തപ്പോൾ ഇവിടെ ലാസ്റ്റ് പേരാണ് കാണിക്കുക. ആ പേര് കാണിക്കുന്നത് ഇവിടെ ട്രൂ കൊടുത്തുകൊണ്ടാണ്. ട്രൂക്ക് പകരം ഫോൾസ് എന്നാണ് കൊടുക്കുന്നത്. ഇതാണ് വി ലുക്കപ്പും എച്ച് ലുക്കപ്പും. ക്ലാസ് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുകയാണ്. താങ്ക് യു.